സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് Z+ സുരക്ഷ. ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സുരക്ഷാ ഭീഷണിയുടെ ഗൗരവമനുസരിച്ച് 5 വിഭാഗത്തിലുള്ള സുരക്ഷയാണ് രാജ്യത്ത് ഏർപ്പെടുത്താറുള്ളത്. ഏതൊക്കെയാണ് ഈ സുരക്ഷകൾ? അതിൽ Z+ സുരക്ഷയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ഞാൻ മേഘ പി പണിക്കർ. X, Y, Z, Z+, SPG എന്നിങ്ങനെയാണ് സുരക്ഷാ വിഭാഗങ്ങൾ. ഇതിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷാ സംവിധാനമാണ് Z+ കാറ്റഗറി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും Z+ സുരക്ഷയാണ് നൽകുന്നത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+ സുരക്ഷ. മുൻ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഉന്നത രാഷ്ട്രീയക്കാർ എന്നിവർക്ക് Z+ സുരക്ഷ നൽകാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി നേരിടുന്നവർക്കാണ് Z+ സുരക്ഷ കൂടുതലായി നൽകുക. പ്രധാന രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കും ഇത്തരത്തിൽ സുരക്ഷ നൽകാറുണ്ട്. സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. യാത്രകൾ ചെയ്യുന്നതിന് മുൻപ് യാത്ര സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 55 സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സായുധ സംഘമാണ് Z+. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡ് പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് Z+ വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. സുരക്ഷ നൽകേണ്ട വ്യക്തിക്കൊപ്പം മുഴുവൻ സമയം ഉണ്ടാകും ഇവർ. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ, കവചിത വാഹനങ്ങൾ, വീഡിയോ നിരീക്ഷണം, പരിശോധന നടത്താനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടാകും. കമാൻഡോകൾ സായുധ പരിശീലനവും ആയുധ കലകളിൽ വിദഗ്ധ പരിശീലനവും നേടിയവരാണ്. സുരക്ഷ നൽകേണ്ട വ്യക്തിയുടെ പദവി, സ്ഥാനമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ നൽകുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. Z+ സുരക്ഷയുള്ളവർക്ക് വസതികളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ആഭ്യന്തര, അന്തർദേശീയ യാത്രകളിൽ വ്യക്തികൾക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. Z+ സുരക്ഷ ശക്തമാണ് എങ്കിലും രാജ്യത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും സുരക്ഷാ സംവിധാനം SPG ആണ്. പ്രധാനമായും മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് SPG സുരക്ഷയുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1988 SPG രൂപീകരിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് SPG. മുതിർന്ന IPS ഓഫീസർ ആയിരിക്കും SPGയുടെ തലവൻ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സുരക്ഷാ സംവിധാനമാണിത്. ബാബ രാംദേവ്, നടൻ അമീർ ഖാൻ തുടങ്ങിയവർക്ക് Z കാറ്റഗറി സുരക്ഷയാണുള്ളത്. ഇന്ത്യയുടെ 4ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് Y കാറ്റഗറി. 1-2 NSD കമാൻഡർമാർ അടക്കം 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. 45 NSD കമാൻഡോകളും പോലീസുകാരും അടക്കം 22 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് Z കാറ്റഗറി വിഭാഗത്തിൽ ഉണ്ടാവുക. ഇന്ത്യയുടെ 5ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് X കാറ്റഗറി. 2 സായുധ പോലീസുകാരുടെ അകമ്പടിയാണ് ഈ സംവിധാനത്തിലുള്ളത്. കമാൻഡോകൾ ഉണ്ടാവില്ല. ഇന്റലിജൻസ് ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ആർക്കൊക്കെ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന കാര്യം തീരുമാനിക്കുന്നത്. തീവ്രവാദ ഭീഷണി, ജീവഹാനി സംഭവിക്കാൻ തരത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നുള്ള ഭീഷണികൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ ഏർപ്പെടുത്തുക. രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. SPG ലെവൽ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക്. അത്യാധുനിക തോക്കുകളും ആശയവിനിമയം നടത്താൻ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളും ഇവർക്കുണ്ടായിരിക്കും. എന്തും നിരീക്ഷിക്കുവാനുള്ള പാഠവും, ചുറ്റും എന്ത് നടക്കുന്നു, അവ എങ്ങനെ നേരിടാം എന്നതിൽ ഉന്നതതല പരിശീലനം ലഭിച്ച ഒരു കൂട്ടം കമാൻഡോകളാണ് കൂർമ്മ ബുദ്ധിക്കാരായ ഇവർ. വ്യവസായ പ്രമുഖനായ മുകേഷ് അംബാനിക്കും കുടുംബത്തിനും കേന്ദ്രം Z+ കാറ്റഗറി സുരക്ഷയാണ് നൽകിയത്. 150-ലേറെ വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഴുവൻ സമയം ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാകും. 2013 Z കാറ്റഗറിയിൽ നിന്ന് Z+ കാറ്റഗറിയിലേക്ക് അംബാനിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്.